മാമോദീസ ഏൽക്കുന്നത് കർത്താവിനോട് ചേരുവാനായിട്ടാണ്. നാം മാമോദീസയിലൂടെയാണ് കർത്താവുമായിട്ടുള്ള യൂണിയനിലേക്ക്, സംയോജിപ്പിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി മാറും. അങ്ങനെ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ ശരീരത്തോട് ഒട്ടിച്ചു ചേർത്ത് ഇനി വളരുകയാണ്. എവിടെ വരെ വളരും? ദൈവത്തെ പോലെയാകുവാനായിട്ടുള്ള വളർച്ചയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പൗലോസ്ലീഹ പറയും, ക്രിസ്തുവെന്ന തലയോളം വളരണം. ഈ മാമോദീസ മുതൽ ആരംഭിക്കുന്ന സഭയിലെ കൂദാശ ജീവിതത്തിലൂടെയാണ് അത് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയ്ക്ക് എല്ലാ കൂദാശകളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ശമൂവേൽ സഭയുടെ ഗാത്രത്തിൻ്റെ ഭാഗമായി വളരുകയാണ് ദൈവ തേജസ്സിലേക്ക്. നാം അതിന് സാക്ഷികളായി പ്രാർത്ഥിക്കുവാനായിട്ടാണ് വന്നുചേർന്നിരിക്കുന്നത്. ഈ കൂദാശയിൽ നിന്ന് 3 കൂദാശകൾ കുഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു, ഒരുവൻ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഒന്നാമത് വെള്ളത്തിൽ നിന്നുള്ള ജനനം, രണ്ടാമത്തേത് ആത്മാവിൽ നിന്നുള്ള ജനനം. അതിനാണ് പരിശുദ്ധ മൂറോൻ. പരിശുദ്ധ മൂറോനാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. മൂന്നാമത്തേത് കർത്താവിൻ്റെ ശരീരവും രക്തവും അനുഭവിച്ച് കർത്താവിൽ ഒന്നായി തീരുന്നു എന്നുള്ളത്. ഈ 3 കൂദാശകളും ഇന്ന് കുഞ്ഞ് സ്വീകരിക്കുകയാണ്. നമ്മോട് ചിലരൊക്കെ ചോദിക്കും, കുഞ്ഞിൻ്റെ അറിവും അനുവാദവും ഒക്കെ ഇതിനാവശ്യമില്ലേ എന്ന്. അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം കുഞ്ഞിൻ്റെ അറിവും അനുവാദവും വാങ്ങിച്ചാണോ നാം കുഞ്ഞിന് വേണ്ടി എല്ലാം ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ അറിവും അനുവാദവും വാങ്ങിച്ചാണോ കുഞ്ഞിന് പാല് കൊടുക്കുന്നത്? കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നത് കുഞ്ഞിൻ്റെ ഓപ്ഷനാണോ? കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ കാര്യങ്ങളിൽ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും തീരുമാനമെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആത്മീയ കാര്യത്തിൽ നമ്മളാണ് തീരുമാനിക്കുന്നത്, സഭയാണ് തീരുമാനിക്കുന്നത്. തന്നെയുമല്ല, ഇന്ന് നാം സുവിശേഷ ഭാഗത്തിൽ വായിച്ചു കേട്ടു, കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ കുഞ്ഞുങ്ങൾ തുനിഞ്ഞപ്പോൾ ശിഷ്യന്മാരവരെ തടഞ്ഞു. കർത്താവ് നീരസപ്പെട്ടു. എന്നിട്ട് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് അവരെ അനുഗ്രഹിച്ചു. ശമൂവേലിനെ ഇന്ന് കർത്താവ് അനുഗ്രഹിക്കും. അത് നമ്മുടെ ബുദ്ധിക്ക് അങ്ങേപ്പുറമാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകണമെന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരിയധികം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ കുഞ്ഞ് ഇന്ന് കർത്താവിൻ്റെ കൃപ കൊണ്ട് നമ്മൾ അവനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. അത് സഭയുടെ വിശ്വാസമാണ്. തലത്തൊടുന്ന ആൾ വല്യപ്പനാണ് ശമൂൽ, അല്ലേ? അതിനെക്കുറിച്ചും നമുക്കറിയാമെന്നാണ് എൻ്റെ വിചാരം. സഭയുടെ പ്രതിനിധിയാണ് തലത്തൊടുന്ന ആൾ. സഭയുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും കുഞ്ഞിനെ വളർത്താം എന്ന് സഭയ്ക്ക് നൽകുന്ന ഉറപ്പിന്മേൽ വളർത്തുവാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. മാമോദീസ തൊട്ടിയിൽ നിന്ന് കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ സഭ പാടുന്ന പാട്ടതാണ്. മാമോദീസ നീരിൽ നിന്നും കരേറി വരുന്ന ഈ കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ. സഭയുടെ കയ്യിലോട്ടാണ് കൊടുത്തത്. സഭയ്ക്കു വേണ്ടി തലത്തൊടുന്ന ആൾ വാങ്ങിക്കുകയാണ്. സഭയുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും വളർത്തുമെന്ന് എനിക്കറിയാം. ഇവർ ദൂരെയൊക്കെ ആയിരിക്കും, പക്ഷേ നിരന്തരം അത് പരീക്ഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. തലത്തൊടുന്ന ആളിൻ്റെ മുഖം പടിഞ്ഞാറോട്ട്, കുഞ്ഞിൻ്റെ മുഖവും പടിഞ്ഞാറോട്ട് തിരിച്ച് തലത്തൊടുന്ന ആൾ തൻ്റെ ഇടത് കൈ കൊണ്ട് കുഞ്ഞിൻ്റെ ഇടത് കൈയിൽ പിടിച്ച് 3 പ്രാവശ്യം സാത്താനെ തള്ളിപ്പറയും. കുഞ്ഞിൻ്റെ മുഖം കിഴക്കോട്ട് തിരിച്ച് തലത്തൊടുന്ന ആളും കിഴക്കോട്ട് തിരിഞ്ഞ് വലത് കൈ കൊണ്ട് കുഞ്ഞിൻ്റെ വലത് കൈയിൽ പിടിച്ച് 3 പ്രാവശ്യം മശിഹാ തമ്പുരാനെ ഏറ്റുപറയണം. അത് പറഞ്ഞു തരുന്നത് ഏറ്റുപറഞ്ഞ് കുഞ്ഞിന് വേണ്ടി അത് ചെയ്യണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇന്ന് 2 തൈലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ തൈലം കൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ മുദ്രയിടും. അത് സന്തോഷ തൈലം എന്നാണ് പറയുന്നത്. ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്.
അതുകൊണ്ട് ആദ്യം മുദ്രയിടും. രണ്ടാമത്തേതാണ് പരിശുദ്ധ മൂറോൻ. ഞാൻ പറഞ്ഞതുപോലെ അത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ അടയാളമാണ്. പരിശുദ്ധ മൂറോൻ മാമോദീസ തൊട്ടിയിൽ ഒഴിക്കും. അത് യോർദാൻ നദിയിൽ പരിശുദ്ധ റൂഹ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങിയതുപോലെയാണ്. നാം പാടുന്നുണ്ട് മാമോദീസ തൊട്ടിയെക്കുറിച്ച്, ഞങ്ങൾ യോർദാൻ്റെ കരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്ത് കുഞ്ഞിനെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി മാറ്റും. പള്ളി കൂദാശ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്ത് ഇത് ദൈവത്തിൻ്റെ മന്ദിരമാകും. മാമോദീസായാലും കുഞ്ഞ് ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് മാറും. ചൂടുവെള്ളവും തണുത്ത വെള്ളവും ചേർത്താണ് മാമോദീസ തൊട്ടിയിൽ നാം ഒഴിക്കുന്നത്. യോർദാൻ നദി പ്രവാഹത്തിൽ ചൂടരുവിയിൽ നിന്നും തണുത്ത അരുവിയിൽ നിന്നും വെള്ളം പ്രവഹിച്ച് ഒരുമിച്ച് ചേർന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ അങ്ങനെ നാം ചെയ്യുന്നു. കുഞ്ഞിനെ സ്വീകരിക്കുന്നത് വെള്ളത്തുണിയിലാണ്. അത് പ്രകാശത്തിൻ്റെ അങ്കി ധരിപ്പിക്കുകയാണ്. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ പാപത്തിന് മുമ്പ് പ്രത്യേക വസ്ത്രം ധരിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് നാണം തോന്നിയില്ല, കാരണം അവർ പ്രകാശത്തിൻ്റെ അങ്കി ധരിച്ചിരുന്നു. അവർ പാപം ചെയ്തപ്പോൾ അങ്കി അഴിഞ്ഞുപോയി, പ്രകാശം നഷ്ടപ്പെട്ടു, അവർ നഗ്നരായിട്ട് തോന്നി. മുടിയനായ പുത്രൻ തിരികെ വരുമ്പോൾ അപ്പൻ അങ്കി കൂടെ അവന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ വെള്ളവസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രകാശത്തിൻ്റെ അങ്കിയാണ്. നാം ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും ഈ അങ്കി അഴിഞ്ഞു പോകും. അത് വീണ്ടും ധരിക്കുന്നതാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നാം ചെയ്യുന്നത്. കുഞ്ഞിനെ കിരീടം ധരിപ്പിക്കും. നീതിയുടെ കിരീടം എല്ലാവർക്കും കാത്തിരിക്കുന്നു. അതിൻ്റെ പ്രതീകമായി ഇവിടെ കുഞ്ഞിനെ കിരീടം ധരിപ്പിക്കും. ഇങ്ങനെ ഈ കൂദാശയിലുടനീളം വളരെയധികം കാര്യങ്ങൾ നാം ശ്രദ്ധയോടെ ചെയ്യും. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ അതിൽ പങ്കാളികളാണ്. നല്ലപോലെ പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ വിളിക്കണം. കർത്താവേ കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായിസോൻ എല്ലാവരും ചേർന്ന് ചൊല്ലണം.